SFIക്കെതിരെ ലഹരി ആരോപണവും അസന്മാർഗിക പ്രവർത്തനങ്ങളും ആരോപിച്ച പ്രിൻസിപ്പാളിനെതിരെ സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇതോടെ പ്രിൻസിപ്പലിന്റെ പെൻഷൻ തടയുവാൻ ലക്ഷ്യമിട്ട് അവസാന പ്രവൃത്തി ദിവസം സർക്കാർ നൽകിയ കുറ്റപത്രവും റദ്ദായി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നും അസന്മാർഗിക പ്രവർത്തനം നടക്കുന്നുവെന്നും ഓൺലൈൻ മാധ്യമത്തോട് തുറന്നു പറഞ്ഞതിനാണ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ M. രമയെ SFIയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി സ്ഥലം മാറ്റിയതും അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കിയതും. ഇതടക്കമുള്ള എല്ലാ സർക്കാർ നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. വിധി രമയ്ക്ക് അനുകൂലമാകും എന്ന് മനസ്സിലാക്കി അവസാന പ്രവൃത്തി ദിവസം രമയ്ക്കെതിരെ സർക്കാർ ഇറക്കിയ കുറ്റപത്രവും ഹൈക്കോടതി റദ്ദാക്കി. പെൻഷൻ തടയുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രേരണയിൽ എടുത്ത വകുപ്പ് തല അന്വേഷണവും റദ്ദാക്കി. വകുപ്പ് തല നടപടിയെടുക്കുവാൻ കോഴിക്കോട് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയപ്പോൾ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്തിരുന്നു. പ്രസ്തുത സാഹചര്യത്തിലാണ് രമയ്ക്കെതിരെ കെട്ടിച്ചമച്ചത് എന്ന് ആരോപിക്കപ്പെടുന്ന പഴയ ഒരു പരാതി പൊടിതട്ടിയെടുത്ത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി ശരവേഗത്തിൽ വിരമിക്കുന്നതിന് മുന്നോടിയായുള്ള അവസാന പ്രവൃത്തി ദിവസം കുറ്റപത്രം നൽകിയത്. അധ്യാപികയുടെ പെൻഷൻ തടയുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് വ്യക്തം. 2022 കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രവേശനം നേടുവാൻ പരിശ്രമിച്ച ഒരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവസാന പ്രവൃത്തി ദിവസം കുറ്റപത്രം നൽകിയത്. സ്ത്രീധന നിരോധന നിയമപ്രകാരവും റാഗിംഗ് വിരുദ്ധ ചട്ടപ്രകാരവും രക്ഷിതാക്കൾ നൽകുന്ന സത്യവാങ്മൂലം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് മാനദണ്ഡമാണ് എന്നത് പ്രിൻസിപ്പാൾ എന്ന നിലയിൽ വിദ്യാർത്ഥിയെ ബോധിപ്പിച്ചപ്പോൾ രക്ഷിതാവിനെ കൊണ്ടുവന്ന് അഡ്മിഷൻ എടുത്തുകൊള്ളാം എന്ന് തീരുമാനമെടുത്ത് പോയ വിദ്യാർത്ഥിനി ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഫലമായി പ്രിൻസിപ്പാളിനെതിരെ പരാതി നൽകുകയായിരുന്നു എന്നാണ് സൂചന. UGC ഉത്തരവിന്റെ ഭാഗമായാണ് റാഗിംഗ് വിരുദ്ധ സത്യവാങ്മൂലത്തിൽ രക്ഷിതാവ് ഒപ്പിടേണ്ടത്. ചാൻസലറായ ഗവർണറുടെ ഉത്തരവ് പ്രകാരം രക്ഷിതാക്കൾ സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലത്തിൽ ഒപ്പിടണം. ലഹരി ഗവൺമെന്റ് കോളേജിൽ വ്യാപകമാണ് എന്ന റിപ്പോർട്ടുള്ളതിനാൽ രക്ഷിതാക്കൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും കോളേജിൽ എത്തണമെന്ന് PTA തീരുമാനവും എടുത്തിരുന്നു. എന്നാൽ പരാതി നൽകിയ വിദ്യാർത്ഥി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ താൽക്കാലികമായി പ്രവേശനം നേടുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥിയുടെ ഉയർന്ന ഓപ്ഷനായുള്ള തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പിന്നീട് വിദ്യാർത്ഥിനി പ്രവേശനം നേടുകയും ചെയ്തു. പ്രസ്തുത പരാതിയിൽ പ്രിൻസിപ്പാളിനെതിരെ തെളിവൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചമച്ചതെന്ന് തോന്നിക്കുന്ന പരാതിയിൽ വർഷങ്ങളോളം നടപടിയൊന്നും കൈക്കൊണ്ടിരുന്നില്ല. SFIയുടെ പരാതിയിൽ നിലവിലുള്ള കേസ് പരാജയപ്പെടുന്നത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന ഭീതി സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ 2024 ഫെബ്രുവരി 15 കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ശരവേഗത്തിൽ രമയ്ക്കെതിരെ റിപ്പോർട്ട് നൽകുകയായിരുന്നു. മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രത്യേക ഇടപെടലിലൂടെ പ്രൊഫസറായി നിയമിച്ച വ്യക്തിയാണ് രമയ്ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച രജിസ്ട്രാർ ജോബി K. ജോസ് എന്ന് ആരോപണമുണ്ട്. SFIയുടെ നിരന്തരമായ സമ്മർദ്ദഫലമായി ഡോക്ടർ രമയ്ക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവുകയായിരുന്നു. ഡോക്ടർ രമ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹിയറിംഗിന് മുന്നോടിയായി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ ലഭിച്ചു. പിന്നീടുള്ള ഹൈക്കോടതി സിറ്റിംഗിൽ രമ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോടതിയിൽ വീക്ഷിച്ചു. പ്രിൻസിപ്പാളിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നുമില്ല എന്നും SFIയുടെ ഇടപെടൽ വ്യക്തമാണെന്നും കോടതി നിരീക്ഷണവും ഉണ്ടായി. വിധി രമയ്ക്ക് അനുകൂലമാകും എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ നൽകിയ തട്ടിക്കൂട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവസാന പ്രവൃത്തി ദിവസത്തിൽ രമയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉൾപ്പെടെ പല കോളേജുകളിലും അധ്യാപകർ SFIക്കെതിരെ പ്രതികരിക്കാത്തത് പകയോടുകൂടിയുള്ള ഇത്തരം സർക്കാർ നടപടികൾ ഭയന്നാണ് എന്ന് സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം വാദത്തിനിടയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷന്റേതാണ് ഉത്തരവ്. KTU VC ആയിരുന്ന ഡോക്ടർ സിസ തോമസിനെതിരെ സർക്കാർ കൈക്കൊണ്ട ശിക്ഷാ നടപടികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതിന് പിന്നാലെയുള്ള അടുത്ത തിരിച്ചടിയാണ് ഇന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരായുള്ള നടപടികൾ റദ്ദാക്കിയതിലൂടെ സർക്കാരിന് കിട്ടിയത്. സർക്കാരിന് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുന്നത് ഒരു തുടർക്കഥ ആവുകയാണ്. ഡോക്ടർ സിസ തോമസിനെതിരെയുള്ള ഉത്തരവ്, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം സംബന്ധിച്ച ഉത്തരവ്,
ഡയറക്ട് ലെക്ചറർ നിയമനങ്ങൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് തടഞ്ഞ ഉത്തരവുകൾ എല്ലാം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നുവെന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിശ്വാസ്യത നഷ്ടമാക്കുന്നതാണ്.